ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ എന്തായാലും അടിച്ചു പൊളിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ? സൂപ്പറായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഒരുപാട് സ്ഥലത്ത് പോയി. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര മഴയും കാറ്റും പറഞ്ഞാൽ പക്ഷെ പകല് ഭയങ്കര ചൂടാണ്. സത്യം പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടിയായിരുന്നു അവസാനം വൈകുന്നേരം ഇവിടെ എത്തിയത്. എന്തായാലും അടിപൊളിയായിരുന്നു. പോയതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു? സൂപ്പറായിരുന്നു. ഇന്ത്യയുടെ ഗാർഡൻ ആണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. മഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു രീതിയില? ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചില്ലേ? ഇന്ന് നമ്മളെവിടെയാണ് പോണത്? ആദ്യം സൂയിലാണ് പോണത്. ഞങ്ങൾ ആദ്യം ഇപ്പം പോകുന്നത് നമ്മുടെ നെഹ്റുവിൻ്റെ പേരിലുള്ള ഹൈദരാബാദിലെ ഏറ്റവും വലിയൊരു സൂ ഉണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം ഒരു ദിവസമൊക്കെ വേണമെന്നാണ് പറയുന്നത്. അതൊന്ന് ചുറ്റിക്കറങ്ങി ഇറങ്ങാൻ അങ്ങോട്ടൊക്കെ ഞങ്ങൾ ആദ്യം പോണത്. അതിന് മുമ്പ് ഭക്ഷണം കഴിക്കണം. അപ്പം ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം എല്ലാവരും വരിക. ബാക്കി ഞങ്ങൾ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിള്ളേരൊക്കെ അങ്ങനെ ഞങ്ങൾ സൂവിലെത്തി. സൂവിലോട്ട് കയറിയതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് 100 രൂപയാണ് കേട്ടോ. അഡൾട്ടിന്. ചൈൽഡിന് വരുന്നത് 50 രൂപ. 12 വയസ്സിന് താഴേക്കുള്ളവർക്ക് 50 രൂപയാണ് നമുക്ക് ടിക്കറ്റിന് കൊടുക്കേണ്ടത്. സംഭവം ഞങ്ങൾ അറിഞ്ഞിടത്തും വെച്ച് ഒരു ദിവസം വേണം ഇത് ചുറ്റിക്കറങ്ങാനെന്നാണ്. ഞങ്ങൾ ജസ്റ്റ് കയറിയതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു വിസ്തീർണം, എനിക്കൊന്ന് ഏക്കർ കണക്കിന് ദൂരത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന ഒരു, എനിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂ ആണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദമായിട്ട് നോക്കിയിട്ടില്ല. എന്തായാലും ഞങ്ങൾ കയറിയേ ഉള്ളൂ. ബാക്കി കയറി അകത്തുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആദ്യമേ ഒരു റെപ്റ്റൈലിൻ്റെ ഒരു അതിന് നിർത്തിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിനെ ചില ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കണം. ഇവിടെ സെപ്പറേറ്റ് ക്യാഷാണ്. ക്യാഷ് കൊടുത്താൽ നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അതേ കാണാൻ വേണ്ടി അകത്ത് കയറിയിരിക്കുന്നത്. അകത്തോട്ടൊക്കെ ഉണ്ട്, കാണിക്കാൻ ബാക്കി. ഞങ്ങൾക്കൊരു സബ്സ്ക്രൈബർ കിട്ടിയാണ്. ഏതാ യൂട്യൂബ് ചാനലിൽ യോജിച്ച് നമ്മുടെ ചെയ്തതാണ്. ഇവിടെ തന്നെ ഉള്ള ഓക്കെ. അതിലേക്ക് കയറിയപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇഗ്വാനേനെ കണ്ടത്. പിന്നെ കണ്ടത് മലമ്പാമ്പ് ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു കേട്ടാ. കണ്ടാൽ തന്നെ പേടിക്കുന്ന ടൈപ്പ് മലമ്പാമ്പ് വരെ ഉണ്ടായിരുന്നു. എല്ലാം ഓരോ സെക്ഷനായിട്ട് അവരിട്ടിരിക്കുന്നത്. ചിലതിന് നമ്മൾ നോക്കിയാൽ കാണത്തില്ല, മൺകൂടയിലൊക്കെ കയറിയിട്ടുണ്ട്. ചിലത് വെള്ളത്തിൽ കിടപ്പുണ്ട്. പിന്നെ കണ്ടത് ഞാൻ വിചാരിച്ച് പച്ചിലപ്പാമ്പാണെന്നാ. പച്ചിലപ്പാമ്പെന്നും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ പണി കിട്ടും. കാരണം ഇത് കറക്റ്റ് ഇലയിലും മരത്തിൽ ഇങ്ങനെ ചുറ്റിയിരുന്ന കറക്റ്റ് ഇലയിലെ പോലെ ഇരിക്കും. പക്ഷെ ഇത് വെനിമസിപ്പെട്ട ഒരു ഭീകരനാ. ആളൊരു ഭീകരനാ. നല്ല വിഷമുള്ള ഇനമാണ് കേട്ടോ. പക്ഷെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ സംഭവം അതിൻ്റെ അകത്ത് നമ്മുടെ ഇലയാണെന്ന് വിചാരിക്കും. പിന്നെ കണ്ടത് ഉടുമ്പാണ്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ കണ്ടത് ഞങ്ങൾ ചീങ്കണ്ണീനെയാ. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ അപ്പുറത്ത് കൊക്കൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. അവിടെ ഇവിടെ ആയിട്ട് ചീങ്കണ്ണികൾ കിടക്കുമായിരുന്നു. ദേ ഈ വെള്ളത്തിൽ കിടക്കുന്ന കണ്ട, ഇത് മരിച്ചതുപോലെ കിടക്കുന്നത്. ഇത് ഇരയെ പിടിക്കാൻ വേണ്ടി മയങ്ങി കിടക്കുക. നമ്മൾ ഈ TV-യിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഡിസ്കവറി ചാനലൊക്കെ കണ്ടിട്ടില്ലേ, ഇരയെ പിടിക്കാൻ വേണ്ടി അനങ്ങാതെ കിടക്കുന്നത്. അങ്ങനെ കിടക്കുവാണ്. മൊത്തം മുതലകളാ. ഒന്ന് വെള്ളത്തിൽ താന്നും കിടപ്പുണ്ട്, പൊങ്ങിയൊക്കെ കിടപ്പുണ്ട്. ഇവർക്കൊക്കെ എന്താ സുഖമല്ലേ, ഒന്നും അറിയണ്ട, ഇങ്ങനെ കിടന്നാൽ മതി. സമയാസമയം ഫുഡും കിട്ടും. പിന്നെ ദേ നമ്മുടെ കഴുകന, നമ്മൾ ആടുജീവിതത്തിലൊക്കെ കണ്ടിട്ടില്ലേ, അതില് മനുഷ്യനെ തിന്നുന്ന, കൊത്തിപ്പറിച്ച് തിന്നുന്നില്ലേ, അതാണ് സംഭവം. ഇതേ കണ്ട, ഒന്ന് മരത്തിലും ഉണ്ട്, ഒന്ന് താഴെയുണ്ട്. ഇതിന്റെയൊക്കെ മുന്നിൽ നമ്മൾ കിട്ടിയ നമ്മളെ പിച്ച് ചീന്തു എന്നാ പറയുന്നത്. പിന്നെ കണ്ടത് ജിറാഫാണ് കേട്ടാ. ദേ വെള്ളം കുടിക്കും അത്. പാവം ദാഹിച്ചിട്ടാന്ന് തോന്നി. അതിന് പറ്റിയ ഒരു വലിയൊരു കിണറിൽ നിറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ ഓരോ ഫുഡുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അരിയുന്നുണ്ടായിരുന്നു, അതിനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. കേട്ടായിരുന്നു നമ്മള് കാട്ടിൽ, ഞാൻ 1-2 വീഡിയോ ഉണ്ടായിരുന്നു. കാട്ടിലൊരു വെള്ളമാൻ കണ്ടതും പറഞ്ഞു. സത്യം പറഞ്ഞാൽ റെയർ ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ടായിരിക്കണം അതങ്ങനെ ഒരു വാർത്തയായിട്ട് വന്നത്. ഞാനിപ്പോൾ ഇവിടെ അപ്പോൾ ഒരു വെള്ളമാന ഇതിനകത്തുണ്ട്. കണ്ടോ, സംതിങ് സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. ഞാൻ അതും കൂടെ ഒന്ന് വീഡിയോ ആക്കിയത്. മാൻ പിന്നെ നമ്മൾ എല്ലായിടത്തും എവിടെ പോയാലും കാണുന്നതാണ്. എന്നാലും ഈ വെളുത്ത മാൻ, വൈറ്റ് കളറിലെ ഈ മാൻ സംതിങ് സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതാണ് ഞാനത് വീഡിയോ ആക്കിയത് കേട്ടോ. നടന്ന് ക്ഷീണിച്ച്. ഒരുപാടുണ്ട് ഇവിടെ കാണാൻ തന്നെ. ഒരു ആനിമലിനെ ഇട്ടിരിക്കുന്നിടത്ത് തന്നെ കുറേ സ്പേസാ. ഒരു ദിവസമൊന്നും പോരെ ഇത് കണ്ടു തീരാണെങ്കിൽ. 2 ദിവസമെങ്കിലും എടുക്കും. പിള്ളേരൊക്കെയാണ് ആകെപ്പാട് ടയർഡായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമുണ്ട്. പക്ഷെ അതത്ര വെള്ളം കുടിച്ചിട്ട് നമ്മുടെ അവിടുത്തെ പോലത്തെ ആ ഒരു വെള്ളമല്ല, ഒരു സുഖമില്ല. പക്ഷെ അതിൻ്റെ അകത്ത് പ്യൂരിഫൈഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. പുറകെ ഓരോ വീഡിയോ വെച്ച് നിങ്ങളെല്ലാം ഞാൻ കാണിച്ചിരിക്കും. ഇത് അങ്ങോട്ടൊക്കെ കണ്ടോ, ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം. ഇതിലൊക്കെ ഓരോ സ്പേസിലും എനിക്ക് തോന്നുന്നു നമ്മളൊരു വീടിൻ്റെ ഒരു സ്പേസ് തന്നെ ഒരു മൃഗത്തിനെ ഇട്ടിരിക്കുന്നത്.
അങ്ങനെ ഓരോന്ന്. പിന്നെ സിംഹത്തിനെയും കടുവേനെയൊക്കെ ഇട്ടിരിക്കുന്നത് ഭയങ്കര വലിയൊരു ഏക്കർ കണക്ക് സ്ഥലത്തിലാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ കാണാനും മാതിരി ഉണ്ട് ഇവിടെ തന്നെ എല്ലാം. ഒരു മാങ്ങയുടെ പീസ് ഇട്ട് കൊടുത്തപ്പോൾ അത് അടിയുന്നുണ്ട. കരടിക്കുട്ടൻ്റെ ഫുഡ് കഴിയണ്ട. ഈ പുറംതിരിച്ചിരിക്കുന്ന ഈ സാധനത്തിനെ കാണുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? ഹിപ്പോപ്പൊട്ടാമസാണ്. പക്ഷേ ഇത് ഹിപ്പോപ്പൊട്ടാമസ് അല്ല, ഇത് റൈനോസ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം നേരിട്ട് കാണുന്നത്. അതാണ് ഇത് ഞാൻ വീഡിയോ ആക്കിയത്. അതിനുശേഷം നമ്മുടെയൊക്കെ ദേശീയ മൃഗം കടുവാശ വെള്ളത്തിൽ കിടന്ന് നീരാടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങ് നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് ആള് നമ്മുടെ അടുത്തെത്തുമ്പോഴുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതുവഴി കയറി അങ്ങ് പോയി. ഇതിനെയൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ സ്പേസിനകത്താണ്. അതിനുശേഷം ഞങ്ങൾ നേരെ കൊണ്ടുപോയത് ഇതേപോലെ വൈറ്റ് ടൈഗേഴ്സിനെയും അല്ലാതുള്ള ടൈഗറുകളെയും എല്ലാം ഇട്ടിരിക്കുന്ന സ്പേസിലേക്കാണ്. ഇത് നമ്മൾ അങ്ങനെ സംതിങ് സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ് വൈറ്റ് ടൈഗർ. അതിനുശേഷം നമ്മുടെ കാട്ടിലെ രാജാവ് സിംഹത്തിനടുത്തേക്കാണ് പോകുന്നത്. സിംഹത്തിനെയൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ പോണ റോഡ് സൈഡിൽ തന്നെ അവരെ നിർത്തിക്കൊണ്ട്, എനിക്ക് ബാക്കിയുള്ള മൃഗശാലയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം ഇതാണ്. ഇതിനെല്ലാം പുറത്തിട്ടിരിക്കുവാണ്, അല്ലാതെ കൂട്ടിനകത്തല്ല. കൂട്ടിനകത്തും ഉണ്ട്, എങ്കിൽ പോലും പുറത്തും നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് മൃഗങ്ങളെയൊക്കെ ഇട്ട് നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്ത് വരുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഒരു 2 സിംഹങ്ങളെ കാണാം, ഒരാണും ഒരു പെണ്ണും കാണാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ ബാക്കിയുള്ള ഈ സൂകളിൽ നിന്നൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഹൈദരാബാദിലെ ഈ സൂ ആകാനുള്ള കാരണം കൂടെ. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും ചെറിയ കൂടുകളിൽ മൃഗങ്ങളെ ഇട്ടിരിക്കുന്നതാണ്, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സംതിങ് സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യും. നമ്മളധികം കാണാത്തതല്ലേ, ഒരു വെള്ളമയിലാണ് കേട്ടോ ഇത്. നമ്മൾ പലതരം മയിലെ കണ്ടിട്ടുണ്ട്, പക്ഷെ വെള്ളമയിലിനെ അങ്ങനെ കണ്ടിട്ടില്ല. ഇനിയും ഒരുപാട് വീഡിയോകൾ എടുത്തായിരുന്നു, പക്ഷെ നമുക്ക് ഒരു വീഡിയോയുടെ പരിധി ഉണ്ടല്ലോ, ഒരുപാട് ഇടാൻ പറ്റത്തില്ല. ലെങ്തി ഒരുമാതിരി വലിച്ചു നീട്ടുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൂ കണ്ടിട്ടുള്ളവരായിരിക്കും. വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നെഹ്റു സുവോളജിക്കൽ പാർക്ക്. എന്തായാലും ഈ നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഒരു ദിവസം മൊത്തത്തിലെടുക്കും. രാവിലെ വന്നിട്ട് വൈകുന്നേരം ഇപ്പം ഞങ്ങൾ ഇറങ്ങുന്നത്. ഒരു ദിവസമായിട്ട് എന്തായാലും നിങ്ങൾ ഇതിന് മാറ്റി വെക്കേണ്ട വരും. എന്തായാലും ഇവിടെ വരുന്നവർ എന്തായാലും ഈ സൂ കാണാൻ മിസ് ചെയ്യരുത്. നിങ്ങൾ കാണാതെ പോയാൽ അത്രയ്ക്കും മിസ്സാവും. നമുക്ക് ഉള്ളിലേക്ക് നമ്മളെ വണ്ടി കൊണ്ടുപോയാണ് എല്ലാം കാണിച്ചത്. ഓരോടത്തും 2 ടിക്കറ്റ് എടുക്കണമായിരുന്നു, ബാക്കിയെല്ലാം എൻട്രി ഫ്രീ മാത്രമേ ഉള്ളായിരുന്നു. എന്തായാലും ഹൈദരാബാദ് വരുന്നവർ മിസ് ചെയ്യാതെ ഇവിടെ വന്നൊന്ന് കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് സൂവിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനത്തുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.